സാറേ, ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിദാരുണമായിട്ടുള്ളൊരു മനുഷ്യൻ മരിച്ചു. അവിടുത്തെ അധികൃതരുടെ കടുത്ത അനാസ്ഥയും ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത്. ഇത്തരം സംവിധാനങ്ങൾ ഇത്രയും നാളുകളായിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങളെ സേവിക്കാനുള്ളതാണ് ഇത്തരം ഹോസ്പിറ്റലുകളെന്ന് ഒരു ചിന്തിക്കാതെ പോകുന്നത്? സാറേ, ഒരു മിനിറ്റ്. സമൂലം അഴിമതി കൊണ്ട് ആറാടിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ നായിയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നമ്മെ നോക്കും. സത്യമാണത്. ഇവിടെ കൈക്കൂലി 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 കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. സർക്കാർ ശമ്പളം അത് കിട്ടാതെ നിങ്ങളെ നോക്കില്ല, പരിഗണിക്കില്ല. വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്നിരുന്നു. മരിച്ചാളിൻ്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നു സാർ. എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. വെറുതെ വന്നതല്ല, കൊല്ലത്തുനിന്ന് റെഫർ ചെയ്തിട്ടാണ് വന്നത്. ശരിയായ മാർഗത്തിൽ കൂടാണ് വന്നത്. ഇന്ന് 6 ദിവസം തികയുക. കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച്, പൈസ ഉണ്ടായിട്ടല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് വന്ന പേഷ്യൻ്റ്. ഞാൻ മരിച്ചയാൾ. ഡോക്ടറിനോട് പലതവണ ഞാൻ ചോദിച്ചു, എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കുന്നത്? അവർക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. നോ ആൻസർ. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ ശാപങ്ങളുടെ പറുദീസയായി മാറിയിരിക്കുകയാണ്. എൻ്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എൻ്റെ ഈ വോയിസ് കൊണ്ട് പുറം ലോകത്തെ അറിയിക്കണം. ഓട്ടോറിക്ഷക്കാരനായിട്ടുള്ള ഈ വേണു എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളോടൊപ്പം ഇല്ല. ഇനി ഒരു ആൻജിയോഗ്രാമിയും വേണ്ടാത്ത ലോകത്തേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹം തൻ്റെ സുഹൃത്തായിട്ടുള്ള അൻവർ സാദെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അൻവർ എന്നായിരിക്കണം പേര്. ഈ ഓഡിയോ മെസ്സേജ് കൊടുത്തതാണ്, വോയിസ് മെസ്സേജ്. കാരണം എഴുതാനൊന്നുള്ള ശക്തി ഉണ്ടാവില്ല. ഹൃദയം തകരാറിലായി തകർന്നു പോകുന്ന ഹൃദയവുമായിട്ട് അവിടെ ചെന്നപ്പോൾ അതിലും ഹൃദയഭേദകമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹത്തിന്. ഒരാള് പോലും ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. അത് തന്നെ ഹൃദയ രോഗത്തെ വളരെ വഷളാക്കാനിടയും. പിന്നെ മറ്റൊരു കാര്യം കൂടി താങ്കൾ അറിയണം. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ പരിപാലനത്തിനും ചികിത്സയ്ക്കുമുള്ള ഉപകരണങ്ങൾ കമ്പനിക്കാർ തന്നെ നേരിട്ട് വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. പണമടയ്ക്കാത്തത് കൊണ്ട് കേരളം നമ്പർ 1. തട്ടിനും തള്ളിനും ഒരു കുഴപ്പമില്ല. തള്ള് എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വോയിസ് മെസ്സേജ് മാത്രം മതി. അവിടെ തിരുവനന്തപുരത്തെ കേരളം അതിദാരിദ്ര്യ മുക്തമെന്നുള്ള വായ്ത്താരി അവിടെ വന്ന് മമ്മൂട്ടി പാടിയല്ലോ, തിരുവനന്തപുരത്ത് വന്ന് ഘോഷിച്ചല്ലോ. മമ്മൂട്ടിയുടെ ആ വായ്ത്താരിയേക്കാൾ, ആ വാഴ്ത്തുപാട്ടിനേക്കാൾ എത്രയോ ശക്തമാണ് വേണു എന്ന് പറയുന്ന കൊല്ലക്കാരനായിട്ടുള്ള ഓട്ടോ ഡ്രൈവറുടെ ഈ ശബ്ദം. മമ്മൂട്ടിയുടെ നിരവധി സിനിമകൾ ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അദ്ദേഹവും കണ്ടിരിക്കും. അന്നത്തെ ചോറിനുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമയും കാണിച്ചിരിക്കും. എന്നിട്ട് കേരളം അതിദാരിദ്ര്യ വിമുക്തമായിട്ട് വന്നുകൊണ്ട് ചടങ്ങിനെ ആശീർവദിക്കാൻ മമ്മൂട്ടി വന്നു. അല്ലേ, അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ, കൈക്കൂലി കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പാവം രക്ഷപ്പെടുമായിരുന്നു. കൈക്കൂലി, അതാണ് അഴിമതി മുക്തം കേരളം എന്നൊക്കെയല്ലേ പറയുന്നത്. ആ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാ. തള്ളിന് യാതൊരു കുഴപ്പമുണ്ടോ? തള്ളിന് ഒരു കുഴപ്പമില്ല. വീണ ജോർജ് എപ്പോഴും വന്ന് തള്ളുന്നുണ്ട്. ഇപ്പൊ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? പാതസാം നിശ്ചയം വാർന്നളവ് സേതുബന്ധനോ ഉദ്യോഗം എന്തിടൂ. വെള്ളം ഒഴുകി കഴിഞ്ഞിട്ട് പിന്നെ ചിറ കെട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് അതിൻ്റെ അർത്ഥം. എന്ന് പറയുന്ന പോലെയാണ് വൃഥാ വ്യായാമം. ഇനി റിപ്പോർട്ട് കിട്ടിയിട്ട് എന്താ? ആ മനുഷ്യനെ തിരിച്ചു. സാധാരണ സാധു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും. അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ച് വീട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ട്, എത്ര പേരുണ്ടാവും. തന്നെയല്ല, ഇങ്ങനെ വേദനിച്ചു വരുന്ന ഒരു രോഗി പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചികിത്സയാണ് സാറേ, വലിയ ചികിത്സയാണ്. അവൻ ആശ്വാസം പകരും. അവൻ്റെ ഹൃദയത്തിനൊരു തണുപ്പ് കിട്ടും. കുറച്ചു കാലം കൂടി അവന് ജീവിച്ചിരിക്കാനുള്ള ഒരു പിടിവള്ളിയാവും അത്. അതുപോലും ചെയ്യാതെ സെക്യൂരിറ്റിയെ കാണുമ്പോൾ ഇയാൾക്ക് പേടിയാണ്. സെക്യൂരിറ്റി മൈൻഡ് ചെയ്തില്ല.
എനിക്ക് അനുഭവമുള്ള സാറിനും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് അവിടുത്തെ രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ മകന്റെ തല പൊട്ടിയിട്ട് ആരോ കല്ലെറിഞ്ഞു, മാവിന് കല്ലെറിഞ്ഞു, അവരുടെ കൂട്ടുകാർ തന്നെ എറിഞ്ഞ് കല്ല് വന്ന തലയിലെടുത്ത് തല പൊട്ടി, കൊച്ചുകുട്ടി. അപ്പോൾ എളിയിലെടുത്തുകൊണ്ടാണ് പോകുന്നത് മെഡിക്കൽ കോളേജിൽ ചെന്ന്. അപ്പോൾ അവിടെയാണല്ലോ ഏറ്റവും നല്ല ചികിത്സ എന്നൊക്കെ പറയുന്നത്, വീണ ജോർജും ഒക്കെ തള്ളുന്നത്. അമേരിക്കൻ ആശുപത്രികളെ വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രി എന്നല്ലേ പറയുന്നത്. ഏത് വിചാരിച്ചും വിശ്വസിച്ചും നമ്മൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ക്യൂ നിൽക്കുക, ചോരയൊലിക്കുക തലയിൽ കൂടെ. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെയാണ് കേസ്. അതത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, അവിടെ ആയിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മകനല്ലേ, ചോര വാർന്ന് അവൻ തീർന്നു കൊള്ളട്ടെ, വേണുവിന് പറ്റിയതുപോലെ. അദ്ദേഹത്തിന് വേറെ ആൾക്കാർ കൈക്കൂലി കൊടുത്തവന് മുമ്പിലുണ്ട്. ഇതാണ് ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡോക്ടർ അയാളുടെ ഡ്യൂട്ടി അപേക്ഷിച്ചിട്ട് തന്നെ അവിടെ പോയി ഒരു സ്വകാര്യ ആശുപത്രി, അത് ധാരാളമുണ്ട്, നല്ല ശമ്പളം കിട്ടുന്ന ആശുപത്രി, അവിടെ പോയിട്ട് ചികിത്സിച്ചു അവധിയെടുക്കാതെ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഇതിലൊക്കെ ഏറ്റവും രസകരമായ ഒരു സംഗതി, കഴിഞ്ഞ ദിവസത്തെ ബുധനാഴ്ചയാണല്ലോ മന്ത്രിസഭാ യോഗം ചേർന്നത്. അവിടെ മുട്ടനാടി നടന്നു. PM ശ്രീ പദ്ധതിയേക്കാളും വലിയ അടി. CPM-ലെ 2 മന്ത്രിമാർ തമ്മില്, വീണ ജോർജും അതുപോലെ തന്നെ ധനമന്ത്രിയും തമ്മിൽ. ധനമന്ത്രിയാണല്ലോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കേരളത്തിലെ. അദ്ദേഹം 150 ഡോക്ടർമാരെ ആവശ്യപ്പെട്ടു. വീണ ജോർജ് 150 ഡോക്ടർമാരുണ്ടെങ്കിൽ കാര്യങ്ങൾ നടത്തും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഡോക്ടർമാർക്കും പണി കൂടുതലാണ്. അപ്പൊ 150 ഡോക്ടർമാരെ കൂടി നിയമിച്ചെങ്കിലേ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവുകയുള്ളൂ, ശ്രദ്ധ രോഗികൾക്ക് കിട്ടുകയുള്ളൂ. അതും പോരാ, പിന്നെ കൈക്കൂലിയും വേണം എന്നുള്ളത് വേറൊരു കാര്യം. അത് എല്ലാവരുടെ കാര്യത്തിൽ എല്ലാ ഡോക്ടേഴ്സിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. നല്ല ഡോക്ടർമാർ കയ്യിൽ നിന്ന് പണം മുടക്കി രോഗികളെ ചികിത്സിക്കുന്ന നമ്മുടെ യൂറോളജി വിഭാഗത്തിലെ ഒരു ഡോക്ടറെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഹൃദ്രോഗ വിദഗ്ധന്റെ ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരെ നമസ്കരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മുമ്പിൽ ദൈവമായിട്ടാണ് ചെല്ലുന്നതെന്ന് നിങ്ങളെ ആദരിച്ചുകൊണ്ട് തന്നെ ഈ കള്ളന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ശബരിമല കാര്യത്തിലും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ഇന്ന് പിന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് ആളെ ദേവസ്വം ബോർഡിലേക്ക് നിയമിക്കാനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ള കള്ളന്മാരുള്ള ആ സന്നിധാനത്തും ശുദ്ധന്മാരായിട്ടുള്ള നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അവർ ഈ കള്ളങ്ങൾ കുറച്ച് തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ സാഷ്ടാംഗം പ്രണയിക്കുകയുള്ളൂ. ബണ്ടി ചോറിനെ പോലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ദേവസ്വം ബോർഡിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമമായിരിക്കും, ചർച്ചകളായിരിക്കും നടക്കുന്നത്. കാരണം ഇതിലും ഭംഗിയായിട്ട് അവരിത് നിറവേറ്റുമല്ലോ എന്നായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നല്ല ഡോക്ടർമാരെ ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുക. കൈക്കൂലി എന്ന് പറയുന്നതും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രൈവറ്റായിട്ട് ചികിത്സ നടത്തരുത്, സ്വന്തം വീട്ടിൽ പോയിട്ട് സ്വകാര്യ ചികിത്സ നടത്തരുത് എന്നുമുള്ള ഉത്തരവുകളെല്ലാം ലംഘിച്ചുകൊണ്ട് അവിടെ പോയി ചികിത്സ നടത്തുന്നുണ്ട്. ആ വീട്ടിനകത്ത് ചികിത്സ നടത്തുന്നുണ്ട്. അങ്ങനെ ധാരാളം ചികിത്സ നടത്തുന്ന ആൾക്കാർ എനിക്കറിയാം. നമ്മളായിട്ട് അവർക്ക് പാരയൊന്നും വെക്കുന്നില്ല. കാരണം പണമുള്ളവർക്ക് അവരുടെ അനുഗ്രഹമാണ്, ആശുപത്രിയിൽ പോകാതെ ഇവരുടെ സേവനം കിട്ടും. അങ്ങനെയുള്ളത് കൊണ്ട് ഞാനൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. ഇപ്പോൾ 150 ഡോക്ടർമാരെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ധനമന്ത്രി പറഞ്ഞതെന്നറിയാം, 34 ഡോക്ടർമാരെ തരാം. അതിവിടെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യുകയല്ല, നമ്മുടെ ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാം. അവിടെയാണ് വേണ്ടത്. അതെവിടെ നിന്ന് കൊണ്ടുപോകുന്നു? തിരുവനന്തപുരം, കോഴിക്കോട്. ഈ തിരുവനന്തപുരത്താണ് ഇതാ ഡോക്ടർമാരുടെ കുറവ് കൊണ്ടുകൂടിയാവാം ഇങ്ങനൊരു ദുർമരണം ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ അനുസരിക്കണം. വേണു എന്ന് പറയുന്ന കൊല്ലത്തെ സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൾ ഉണ്ട്. അതുപോലെ തന്നെ വർഷ വേണു എന്ന് പറയുന്ന മകൾ. അവരെ നമ്മളിത് പറയുന്നത് നിസ്സാരമായിട്ടാണ്. പക്ഷെ ആ മകൾക്ക് ഇത് സഹിക്കുമോ? ചികിത്സക്ക് കുറവ് കൊണ്ട്, ചികിത്സ സമയത്തിന് കിട്ടാതെ വന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ മരിച്ചു എന്നുള്ള വേദന, അത് അതെ കുട്ടി അനുഭവിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളോട് അത് പ്രതികരിക്കുന്നു അവസാന ശ്വാസം വരെ ആ ദുഃഖം അല്ലേ നമ്മൾ കേരളം കൊടുത്തിരിക്കുന്ന അവർക്ക് അല്ലേ നടത്തിയിരിക്കുന്നത്. ഓട്ടോക്കാരനായതുകൊണ്ടാണോ അയാൾക്ക് ഈ ദുര്യോഗം വന്നത്? സിസ്റ്റത്തിനോട് തന്നെ. അതെ, നിങ്ങൾ പാവങ്ങളോട് ഗവൺമെന്റ് ആണെന്ന് പറയുന്നതിന് എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? CPI കൂടെ ആലോചിക്കണം. CPI ആണല്ലോ പാവങ്ങളുടെ പാർട്ടിയായിട്ട് വരുന്നത്. ഇപ്പൊ പാലിന്റെ വിലയും കൂട്ടുവാണ് അവരുടെ വകുപ്പ്. അവരെ കൊണ്ട് പറ്റുന്ന ചെയ്യണ്ടേ അതെ, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരാളാണ്. എന്തായാലും ശരി, കൊല്ലം പന്മനമനയിലെ പൂജാഭവനത്തിൽ വേണു, ആ പേരാണോ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പരേതന് പറ്റിയ ഇതിൽ നമുക്ക് സമൂഹത്തിനും കൂടി ഒരു പങ്കുണ്ട്. അതിൽ നമ്മൾ പശ്ചാത്തപിക്കുന്നു. പരേതൻ്റെ കുടുംബത്തിന്
ഇനി ദുഃഖത്തിൽ പങ്കുചേരുക, നമ്മളൊരു കൃത്രിമമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുകയാണ്. എന്തായാലും നമ്മുടെ എല്ലാം ഹൃദയത്തിൻ്റെ ഒരു 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 ഭാരമായിട്ട് വരുന്ന ഒരു മരണമാണ് നടന്നത്. അതിൽ നമ്മൾ അനുശോചിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും.